എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചീപ്പായിട്ടുള്ള DMX കൺട്രോളർ എങ്ങനെയാണ് നിർമ്മിക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു പരിപാടിക്ക് പറ്റുമെന്നൊന്നും പറഞ്ഞില്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്കിൽ കൂടെ ജസ്റ്റ് എമർജൻസിക്ക് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കൺട്രോളറായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചാൽ ഈ ഒരു ചിപ്പാണ്. ഈ ഒരു ചെറിയൊരു കൺട്രോളറാണ്. എൻ്റെ കൈവിരലിലത്ര മാത്രം വലിപ്പമുള്ളൊരു ചെറിയൊരു കൺട്രോളറാണ്. ബേസിക്കലി ഇത് DMXന് വേണ്ടി ഇറക്കുന്ന കൺട്രോളറാണോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ RS485 സിഗ്നൽ ആണ് ഇതിൽ നിന്ന് ഔട്ട് വരുന്നത്. അതായത് നമ്മുടെ DMXൻ്റെ സെയിം പ്രോട്ടോക്കോളുള്ള സിഗ്നലാണ് നമുക്കിതിന്ന് ഔട്ടായി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോളറിൻ്റെ വില എന്ന് പറഞ്ഞത് 300 രൂപയ്ക്കാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു സംഭവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറ്റത്ത് നമുക്ക് USB-B ടൈപ്പ് കേബിൾ നമുക്ക് കണക്ട് ചെയ്യാം. അതായത് നമ്മുടെ ഈ ഒരു കേബിൾ ഈ അറ്റത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം. സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പവർ അപ്പ് ചെയ്യാൻ ഒരു റെഡ് LED ഉണ്ട്. അതേപോലെ തന്നെ ഈ ബോർഡ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാട്ടാനായിട്ടൊരു ഗ്രീൻ LED കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ഈ ഒരു ഇതിലൊക്കെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഔട്ട്പുട്ടായിട്ട് നമുക്കിവിടെ ഒരു 3 കണക്ടേഴ്സ്, അതായത് 3 എണ്ണം നമുക്കിവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന കണക്ടേഴ്സ് അവൈലബിൾ ആണ്. ഈ കണക്ടേഴ്സിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഗ്രൗണ്ട് AP എന്നാണ് ഇതിൻ്റെ ബാക്കിൽ അവർ ലേബൽ ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ DMX പ്ലസ് മൈനസ് ഒന്നും ലേബൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് നമ്മൾ നേരെ കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ XLRൻ്റെ ഫസ്റ്റ് പിന്നിലോട്ടാണ്. അതായത് 1ാം നമ്പർ പിന്നിലോട്ടാണ് നമ്മളിതിൻ്റെ ഗ്രൗണ്ട് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ PA എന്നുള്ള 2 പിന്നുണ്ട്. അപ്പോൾ ഈ A എന്നുള്ള പോയിൻറ്റിലോട്ട് നമ്മൾ ഈ ഒരു DMXൻ്റെ, അതായത് ഈ ഒരു XLR കേബിളിൻ്റെ 3ാമത്തെ പിന്നാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ P എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സൈഡിലോട്ട് നമ്മൾ DMXൻ്റെ 2ാമത്തെ പിന്നുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറയുന്ന രീതിക്ക് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോൾ കറക്റ്റായി വർക്ക് ചെയ്തു എന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ Aയും Pയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇൻ്റർചേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും വർക്ക് ആവുന്നതായിരിക്കും. കാരണം ഞാൻ ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ വന്നില്ല. ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റപ്പ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ലാപ്ടോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 LED പവർ നമ്മൾ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കാട്ടി തന്നിട്ടുള്ളൂ. ഈ ഒരു LED പവറിൽ 008ഉം ഈ ഒരു LED പവറിൽ 001 എന്നാണ് നമ്മളിപ്പോൾ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സിസ്റ്റത്തിൽ എനിവേ ഞാനിതൊരു സ്റ്റാൻഡ് ബൈ എന്നുള്ളൊരു സെറ്റപ്പിന് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് പ്രിഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മുടെ ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ DMX ലൈന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ XLR ഫീമെയിലോട്ട് നമ്മുടെ XLR മെയിൽ കണക്ടേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലോട്ട് നമ്മുടെ ഈ ഒരു ബോർഡ് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബോർഡ് കണക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ നമുക്ക് പ്രിൻ്ററിൻ്റെ, അതായത് USB-B ടൈപ്പ് കേബിളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ USB-B ടൈപ്പ് കേബിൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആ ബോർഡ് കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് നേരെ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തപ്പോൾ അവിടെ ഇപ്പോൾ ഒരു റെഡ് ലൈറ്റ് വന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇനി ജസ്റ്റ് സ്ക്രീനിൽ നമ്മൾ ക്യൂലൈറ്റ് എന്ന് പറഞ്ഞ കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂലൈറ്റിൻ്റെ സോഫ്റ്റ്വെയർ ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ക്യൂലൈറ്റിൻ്റെ സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ക്യൂലൈറ്റിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബോർഡിലൊരു ഗ്രീൻ ലൈറ്റ് ഇപ്പോൾ ഇവിടെ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വേറൊന്നുമല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ, അതായത് നമ്മളിപ്പോൾ ഈ PC-യിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സോഫ്റ്റ്വെയറും നമ്മുടെ ബോർഡുമായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് നമുക്കിവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ ഇനീഷ്യലായിട്ട് ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു കൺട്രോളറും ഈ ഒരു ബോർഡും തമ്മിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ അടിയിൽ ഇൻപുട്ട് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സൈഡിലായിട്ട് നമുക്ക് DMX USB1 FT232R USB UART എന്ന് പറഞ്ഞൊരു കൺട്രോളറിൻ്റെ ടൈപ്പ് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എന്നുള്ള ഈ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1 സെക്കൻഡ്. ഓക്കെ, അൺടിക്ക് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ അവിടുത്തെ ഒരു ഗ്രീൻ ലൈറ്റ് പോയതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സിൽ ഒന്നും കൂടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു ബ്ലൂ ലൈറ്റ്, ഒരു ഗ്രീൻ ലൈറ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ഇതൊന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡിമ്മർ ചാനൽ പോലെ നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഡെസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സിമ്പിൾ ഡെസ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരുപാട് ഫേഡേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിഗ് ഡിപ്പർ LPC 007 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ചാനൽ ഡിമ്മർ ചാനലാണ്. അപ്പോൾ ഞാൻ ഡിമ്മർ ചാനൽ ആദ്യം കയറ്റുകയാണ്. അടുത്തത് റെഡിൻ്റെ ചാനലാണ്. അപ്പോൾ ഈ ഒരു ഫേഡർ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ 001 അഡ്രസ്സ് ചെയ്ത LED ബാറാണ് വർക്ക് ചെയ്യേണ്ടത്. നമുക്കൊന്ന് കയറ്റി നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും സെക്കൻഡ് ചാനൽ, അതായത് ഡിമ്മർ ചാനൽ സെക്കൻഡ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് LED ബാറിൻ്റെ റെഡ് നമുക്ക് ഓപ്പണായി. ഇനി നമുക്ക് തേർഡ് ഓപ്പൺ ചെയ്താൽ ഗ്രീന് വരും. അതേപോലെ ഫോർത്ത് ഓപ്പൺ ചെയ്താൽ ബ്ലൂ വരും. ഫിഫ്ത്ത് വന്നിട്ട് അതിൻ്റെ സ്ട്രോബിങ് കാര്യങ്ങളാണ്, ഷട്ടറാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഷട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെയിം തന്നെ നമുക്ക് ഇപ്പോൾ 008 കൊടുത്തുള്ള ഈ ഒരു LED ബാർ ഉണ്ടല്ലോ, അപ്പോൾ 8ൻ്റെ ഫെയ്ഡർ നമുക്ക് വരുന്നത് ഡിമ്മർ ഫെയ്ഡർ, അതായത് ഡിമ്മർ ചാനൽ ഇതിലാണ് വരിക. അടുത്തത് നമുക്ക് റെഡ് കൊടുക്കുന്നുമ്പോൾ നമുക്ക് ആ സെക്കൻഡ് LED ബാറിൻ്റെ റെഡും നമുക്ക് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെയിം നേരത്തെ ഏത് ഫങ്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡിമ്മർ ചാനൽ പോലെയാണ് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് കാട്ടി തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്യൂലൈറ്റ് കൺട്രോളറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ചേസ് സീന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഈ ക്യൂലൈറ്റ് എന്നുള്ള ഈ ഒരു കൺട്രോളർ, ഈ ഒരു സോഫ്റ്റ്വെയറിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇത് വരുന്ന വീഡിയോസൊക്കെ നമുക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസ് നമ്മൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എനിവേ ഇതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് നമുക്ക് ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. പിന്നെ ഇതിൽ ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് കുറച്ച് ബെനിഫിറ്റായി തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റ് സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് അവരൊരു ലിമിറ്റഡ് ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു അരമണിക്കൂറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒറിജിനൽ വേർഷൻ പർച്ചേസ് ചെയ്യേണ്ട പല സോഫ്റ്റ്വെയർസും ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ക്യൂലൈറ്റിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ആയിട്ടാണ് എനിക്ക് ഈ ക്യൂലൈറ്റിൻ്റെ ഈ ഒരു കൺട്രോളറിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് തോന്നി. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു UART ഡ്രൈവർ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമാണ്, ജസ്റ്റ് യൂട്യൂബിൽ തന്നെ ഹൗ ടു ഇൻസ്റ്റാൾ 232RL ഡ്രൈവർ എന്ന് ജസ്റ്റ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ തന്നെ, FTDI ഡ്രൈവർ ഇൻസ്റ്റാൾ എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് ഞാനായിട്ടൊരു വീഡിയോ കൂടെ ചെയ്യാതിരുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദവും ഇൻഫർമേറ്റീവുമായൊരു വീഡിയോ ആയിരുന്നു ഇത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നവരെ ബൈ.